ഹായ് ഗായ്സ്, ഫണ്ണി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ നാച്ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. വൈകുന്നേരത്തേക്കുള്ള ഒരു സ്നാക്കാണ് ആൾ ഉണ്ടാക്കണേ. അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞ് വെച്ചു. അതിനുശേഷം അതിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചു. 3 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എണ്ണ ചൂടായി, സവോള ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ടു. നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റി. എന്നിട്ട് ലാസ്റ്റ് തക്കാളി ഇട്ടു. അതും നന്നായി വഴറ്റി. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ലേശം കുരുമുളകും ഗരം മസാലയും കൂടിയിട്ട് മസാല സെറ്റാക്കി. അപ്പോൾ ആ മസാല നീക്കി വെച്ചു. ഇനി ബ്രെഡാണ്. ബ്രെഡിൻ്റെ അരികൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി പലകേമ വെച്ചിട്ട് ഒന്ന് അമർത്തി പരത്തി, എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് റൗണ്ടിനെ കട്ട് ചെയ്യണത്. അങ്ങനെ അത് കട്ട് ചെയ്തു. എടുക്കാൻ കിട്ടണില്ല ആ ചേട്ടന്. ഇനി ഒരു കത്തി എടുത്തിട്ട് ആ ചേട്ടൻ അത് പൊട്ടാതെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഞാനും ആ ചേട്ടനും അപ്പവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് 3 ആൾക്കും കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതാ ഒരു 6 എണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനുള്ള ബ്രെഡ് ഞങ്ങളിതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 6 എണ്ണം ബ്രെഡിൻ്റെ അത് റെഡിയാക്കി. ഈ മാറ്റി വെച്ച ബ്രെഡിൻ്റെ ഇത് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് മുട്ടയിൽ ഈ ബ്രെഡ് മുക്കി, എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി, എന്നിട്ട് ഇതാ നമ്മൾ എന്ത് ചെയ്യുന്നു, ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറക്കുന്നു. അപ്പോൾ ഈ ബ്രെഡ് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ഒരു ബണ്ണ് പോലെ അങ്ങനെ വീർത്ത് വരും. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇതാ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അത് സെൻറ്റർ പോർഷൻ കീറിയിട്ട് നമ്മളാക്കി വെച്ചിട്ടുള്ള മസാല ഇതാ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു പീസും അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ടേസ്റ്റിന് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒഴിച്ച് ഇതാ അപ്പമാണ് ടേസ്റ്റ് ചെയ്യണത്. അടിപൊളിയായിട്ടുണ്ട്. ഒന്നുകൂടി തായോന്നുകൊണ്ടാവും വീണ്ടും കഴിക്കുന്നുണ്ട്. പിന്നെ അത് ആച്ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.